മൈ ബറ്റാലിയൻ 69-ൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സീതാർകുണ്ട്, നമ്മുടെ കൊല്ലങ്കോട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടുന്ന് കുറേ ദൂരം നടന്ന് കയറി വന്നു. ഇപ്പോൾ പോയി നോക്കാം. അപ്പോൾ അവിടെ വലിയൊരു പൂള് കാണുന്നുണ്ട്, വാട്ടറിൻ്റെ. പോയി നോക്കാം. കാഴ്ച ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾ ഫുൾ സ്ക്രീൻ തന്നെ ഉപയോഗിക്കൂ. ഇവിടെ അടിപൊളി ഒരു പൂൾ, നാച്ചുറൽ പൂളാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം മുകളിലേക്കാണ്. ഇനി മുകളിലേക്ക് കയറി പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തണമെങ്കിൽ ഒക്കെ പാറകളും ഉരുളം പാറകളൊക്കെ കയറി പോകണം കേട്ടോ മുകളിലേക്ക്. സീതാർകുണ്ട് വാട്ടർഫാൾസ്. നമുക്കിവിടെ നോക്കിയാൽ ദൂരെ കാണാം വാട്ടർഫാൾസ്. അവിടെ ദൂരെ കാണാം സീതാർകുണ്ട് വാട്ടർഫാൾസാണത്. ഞാൻ എൻ്റെ അടിയിലേക്ക് എത്തണം. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. ഏതിയാ വഴി അറിയില്ല. മെല്ലെ കയറട്ടെ. ഇവിടെ രണ്ട് വഴി കാണുന്നുണ്ട്. ഏതാണെന്ന് അറിയുന്നില്ല. അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ഇരുണ്ട് കയറിയ സ്ഥലം. വെള്ളം ഒഴുകി പോണ സൗണ്ടൊക്കെ കേൾക്കാം. ഇവിടെ താമസിച്ചിരുന്ന ഈ കൊല്ലം സമുദായക്കാരിൽ നിന്നത്ര ഈ കൊല്ലങ്കോട് എന്ന പേര് ഈ നാട്ടിന് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ കൊല്ലങ്കോട്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം ഇവിടേക്ക് ദൂരമുണ്ട്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം അതേപോലെ തോന്നുന്നു. വലിയ പാറകളൊക്കെ ഉണ്ടോ. ഒരുപാട് പേര് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് കയറി പോകണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അടിപൊളി. ഇതൊക്കെ വള്ളികളാട്ടോ, വള്ളികൾ. വള്ളിക്കാടുകളാണ്. അടിപൊളി പ്ലേസ്. ഈ നെല്ലിയാമ്പതി മലകൾക്ക് താഴെയാണ് ഈ കൊല്ലങ്കോട് ഗ്രാമം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലകളും പാടങ്ങളൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഗ്രാമത്തിന് കിട്ടുന്നത്. ഇതിലെ വേറൊരു വഴി കാണുന്നുണ്ട്. ആളുകൾ പോയ വഴിയാണിത്. എന്നാലും പോയി നോക്കട്ടെ. വലിയ പാറകളാ, ആനപ്പാറകൾ. ഈ ഏരിയയൊക്കെ ആനശല്യമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം താഴത്തേക്ക്. ഇതിൻ്റെ മുകളിലേക്ക് പോകാനാണ് ഞാൻ വഴി നോക്കുന്നത്. പക്ഷേ വഴി ഇവിടെ ഒന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. ഇവിടെ ഒരു പടർപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്. പോയോക്കാം കേട്ടോ. മുഴുവൻ വള്ളികളോ, വളരെ വലിപ്പമുള്ള വള്ളികൾ. വലിയ പാറകൾ. താഴെയൊക്കെ വെള്ളത്തിൽ ആൾക്കാരുണ്ട്. വഴി തെറ്റിയോന്നും അറിയില്ല ഈ പോണ പോക്ക്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. എന്തായാലും പോയി നോക്കാം. വഴിയൊന്നും കാണാനില്ല കറക്റ്റായി. പല വഴികളും ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കിയാലാണ് മുന്നിലേക്ക് കേട്ടോ.
അവിടെയൊക്കെ പാറകളാണ് ഫുള്ള്. കണ്ടോ, ശരിക്കും ഒരു കാട്ടിലെത്തിയ മാതിരി ഉണ്ട്. ഒരു വള്ളിക്കാട് അതിൻ്റെ ഉള്ളിൽ പെട്ട പോലല്ലേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടുത്തെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ വള്ളികളാണ്, ഫുൾ വള്ളികളാണ്. ഇവിടെ ആളുകളൊക്കെ ഒരുപാടുണ്ട്. വെള്ളച്ചാട്ടം വരുന്ന വഴിക്കുള്ള അങ്ങോട്ടുള്ള വഴിയൊന്നും കാണാനില്ല. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം. വലിയ പാറകളാണ്. ഇതിന് മുകളിൽ കൂടെ ചാടി ചാടിയിട്ട് വേണം പോകാൻ. പക്ഷെ എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അടിപൊളി സ്ഥലമാണ്. വെള്ളം നല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങോട്ട് പോകാമെന്ന് അറിയില്ല. അതവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വഴി കാണുന്നുണ്ട്. നല്ല കയറി പോവാണ്. അയ്യോ, ആകെ വള്ളിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ കയറട്ടെ. അവിടെയും പോകാൻ പറ്റും തോന്നണില്ല ഗേയ്സ്. അവിടെയൊക്കെ ബ്ലോക്കാണ്. വേറൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങോട്ട് ആളെ വിടുന്നില്ല എന്നാണ് പറഞ്ഞു. ഈ വഴി പാറേൻ്റെ സൈഡിൽ കൂടെ കയറി പോകണം. അവിടെ വഴി കയറാൻ പറ്റില്ല, അവിടെ ബ്ലോക്കാ. അപ്പോൾ തിരിച്ചു നടക്കാം. അങ്ങനെ ഞാനവിടെ തിരിച്ചിറങ്ങുകയാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല, അത് കയറിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വന്ന വഴിയും കാണാനില്ല, പോയ വഴിയും കാണാനില്ലാത്ത അവസ്ഥയല്ലോ. ഇതന്നെ ആവും വഴി. ഇതിലൊരു വഴി അങ്ങോട്ട് കാണുന്നുണ്ട് മുകളിലേക്ക്. പക്ഷെ അവിടെയൊക്കെ ഫെൻസിങ് ചെയ്തിരിക്കുകയാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് കറണ്ട് കമ്പി വേലി ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോവാണ് ഫ്രണ്ട്സ്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. ഇനി തിരിച്ചു പോകണം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക, ഈ സ്ഥലങ്ങളൊക്കെ കാണുക. ഒരുപാട് നേരം ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ആയിട്ട് വന്ന് വെള്ളത്തിലൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം.
ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സീതാർകുണ്ട് പോയി അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ആ വഴിക്കിൽ തന്നെ ഒരു താമരക്കണ്ടം പറഞ്ഞ സ്ഥലമുണ്ട്. അതേമാതിരി പാടാണ്, അതിൽ കുറേ പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ സ്ഥലം, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് കാണിച്ചു തരാം, ഇടതൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, അത് കഴിക്കട്ടെ. ഊണ് കഴിച്ചു. ഊണ് ഇവിടെ പുറത്ത് പോയിട്ടാണ് കഴിച്ചു. ഇവിടെ കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വന്നു. സ്ഥലം കാണിച്ചു തരാം. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് ചോദിക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് സ്ഥലങ്ങളൊന്ന് കാണാം. ഒരുപാട് പേര് എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ട പാടത്തെല്ലാം പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ഹട്ടുമാരി അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീതാർകുണ്ട് പോകുന്ന അതേ വഴിയിലാണ് ഈ താമരപ്പാടം ഉള്ളത്. താമരപ്പാടം എന്ന് പറയുമ്പോൾ താമരകളൊന്നും ഇവിടെ ഇല്ല, അതതിൻ്റെ പേരാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം, അതൊരു 4 മണിക്ക് ശേഷം വരിക. അപ്പോഴാണ് നമുക്കിവിടെ ശരിക്കും നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വെയിലാവും ഇവിടെ നടക്കുമ്പോൾ. ദൂരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാം കേട്ടോ, മുകളിൽ. നേരത്തെ അതിൻ്റെ ഭാഗത്തേക്കാണ് പോയത്, പക്ഷെ അതിൻ്റെ അടിയിൽ പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. താമരപ്പാടം, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ടിക്കറ്റിലാണ്. ഒരാൾക്ക് 30 രൂപ. ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ഇവിടെയല്ല ടിക്കറ്റ്, നമുക്ക് അവിടെ ഉള്ളിൽ പോയ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇത് വൈക്കോലൊക്കെ വെച്ച് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂക്കൾ ഇതിൻ്റെ ഇടയിലെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. കുറേയൊന്നുമില്ല, നടക്കുന്ന വരമ്പുകളിലും സൈഡിലും മാത്രമേ പൂക്കളുള്ളൂ. പിന്നെ അവിടെ ഒരു വലിയ ആനയുടെ സ്റ്റാച്ചു ഉണ്ടോ, വലിയൊരു ആനയുടെ സ്റ്റാച്ചു അവിടെ ഉണ്ട്. പാടത്താണ് ഇതല്ല കേട്ടോ. നമുക്കിവിടുന്ന് നോക്കിയാൽ കാണുന്നത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ വലിയ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം പലകപ്പാണ്ടി വാട്ടർഫാൾസ് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ പലകപ്പാണ്ടി വാട്ടർഫാൾസ്. അതങ്ങനെ പേര് പറയാൻ കാരണം ഒരു വീതിയുള്ള പലകയുടെ ഷേപ്പിലായിട്ടാണ് ഈ വാട്ടർഫാൾസ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പേര് പലകപ്പാണ്ടി തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ നെൽപ്പാടത്തൊക്കെ കതിര് വന്നു. അപ്പോൾ കതിര് വന്നപ്പോൾ ഇതിൻ്റെ കളർ മാറി, ഏകദേശം ഒരു ഗോൾഡ് കളറിലേക്ക് കതിര് വന്നു. ഫുൾ പച്ച കളറുള്ള ടൈമിലാണെങ്കിൽ വളരെ ഭംഗിയാണ് കാണാൻ. ഫുൾ പച്ച കളറായിട്ട് നിൽക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ ടൈമിൽ കാണാൻ. അപ്പോൾ നമുക്ക് ഈ വരമ്പിൽ കൂടെ ഇങ്ങനെ നടന്നാൽ നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ പലകപ്പാണ്ടി കണ്ടു. ഒന്നുകൂടിയും കാണിച്ചു തരാം. അവിടെ ദൂരത പലകപ്പാണ്ടി വാട്ടർഫാൾസ്. അവിടെ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ചെറിയ നൂല് പോലെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവിടെ നമുക്ക് വേറെ വെള്ളച്ചാട്ടം കാണാം. ഇതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. നേരത്തെ പോയതും അതിൻ്റെ അടുത്തേക്കാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലില്ല, അതുകൊണ്ട് നല്ല സുഖം നടക്കാൻ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സ്വാഗതം സൂര്യ ഗാർഡൻ ഒരുക്കുന്ന തനി നാടൻ ഫ്ലവർ ഷോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ചേട്ടാ ടിക്കറ്റ്? ഒരാൾക്ക് 30 അല്ലേ? ഒരാൾക്ക് 30 രൂപയാണ്. ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡും ചെണ്ടുമല്ലി. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നല്ല ഫോട്ടോസ് എടുക്കാം.
നല്ല കാഴ്ച ഭംഗി നൽകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. പച്ചപ്പും തെങ്ങും മലകളും ഒക്കെ ആയിട്ട്. ഈ ഭാഗത്ത് നമുക്ക് പാർക്കിംഗ് ഉണ്ട്, വണ്ടികളെല്ലാം ഈ സൈഡിൽ കൊണ്ടുവന്നിടാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മാന്തോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഹട്ടുകൾ, പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം വളരെയധികം ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് നമുക്ക് അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. താമരപ്പാടത്തേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മിനിറ്റ്. ഇപ്പോൾ സമയം ഇതാ 3 മണി കഴിഞ്ഞു, 3:01. ആളുകളിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, വെയിലില്ലാത്ത കാരണം നല്ല ക്ലൈമറ്റ്. താങ്ക് യു. ഇന്ത്യയിലെ സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നായിരുന്നു നമ്മുടെ കൊല്ലങ്കോട് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്തതോടുകൂടി ജനങ്ങളുടെ ഒരു പ്രവാഹമാണ് കൊല്ലങ്കോടിലേക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത്. കൊല്ലങ്കോട് ഒരു പാലസ് ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല. അതിപ്പോൾ നമ്മുടെ ഒരു ആയുർവേദ റിസോർട്ടായിട്ടാണ് അത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയുമായിട്ട് വരുമ്പോൾ നമുക്കൊരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള സ്ഥലം, അതുമാതിരി ഡാമുകളും എല്ലാം ഇവിടെ അടുത്തുണ്ട്. ഒക്കെ നമുക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഡാം മാത്രം ഒരു 3-4 കിലോമീറ്റർ ഡാം വ്യത്യാസമുള്ളൂ. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ചുള്ളിയാർ ഡാം ഇവിടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ വരുന്നവർ ഇതുമാതിരി ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വരിക, ഓരോ ചായ കുടിക്കുക, എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ അവർക്കൊരു ഉപകാരമാവും. എപ്പോഴും ഒന്നും ഇവർക്ക് ഈ കച്ചവടം ഉണ്ടാവില്ല. ഇതേമാതിരി ഹോളിഡേ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ഇവർക്ക് ഈ കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുക. അപ്പോൾ അവർക്കതൊരു നല്ല സന്തോഷമുള്ള കാര്യമാവും. ഒരു ചായ കുടിക്കുക, എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും വരുമ്പോൾ. അപ്പോൾ ഞാനൊരു പഴംപൊരിയും ഒരു ചായയും കുടിക്കാൻ പോവാണ്. അങ്ങനെ ഞാനൊരു കട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവർ കട്ടൻ ചായ കുടിക്കുകയാണ്. അടിപൊളി കട്ടൻ. ഇവിടെ ഒരു വല്യമ്മ ഇരിക്കുന്നുണ്ടോ, പയറ്, അതേമാതിരി ചിരങ്ങ, ഇതൊക്കെ ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നാടൻ. അപ്പോൾ ആവശ്യക്കാരത് ഇവിടെ വരുമ്പോൾ കണ്ട മേടിക്കുക. നല്ല നാടനാവും, ഒന്നും ഇടാതെ വീട്ടിലുണ്ടാക്കുന്നതാണ് അതൊക്കെ. ഒരുപാട് ആൾക്കാർ എല്ലാം പാടത്തിറങ്ങി ഫോട്ടോ എടുത്തുകൊണ്ടും ശരിക്കും അവർ എൻജോയ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ നിൽക്കണുണ്ടോ. പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ താമരക്കുളം അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ ചായക്കട. അപ്പോൾ എൻ്റെ പിന്നിൽ കാണാം ഒരു ചെല്ലൻചേട്ടൻ്റെ ചായക്കട കാണാം. ഒരു ഓലപ്പുരയായിട്ട് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒരു ഓലപ്പുര നിങ്ങൾക്ക് കാണാൻ തേണെങ്കിൽ, അതാണ് ചായക്കട. അപ്പോൾ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു, കുറേ പേര് ചായ കുടിച്ച് പോയി. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ നമുക്ക് കളത്തിലെത്താൻ പറ്റും. കളം ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമ്മുടെ ചെങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കും എത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ ചായക്കട കേട്ടോ. 40 വർഷത്തിന് മുകളിലുള്ള ഒരു പഴമയുടെ സ്മാരകം കൂടിയാണ് ഈ ചായക്കട. ഹായ്, നിങ്ങളിവിടെ എത്തിയോ? നിങ്ങൾ അടിച്ച് പിന്നിരിക്കാനുള്ള എല്ലാവരും കൂടി ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ടീം ഇട്ടെന്ന്. നമ്മുടെ പേര് പറയൂ. അനിൽ കോൺട്രാക്ടറാണ്. അവൻ്റെ ചെറിയ ചക്കൻ. പേര് പറയും, ഉറക്കെ പറയും. ധനുജ്. ഇത് വൈഫാണ്, ഇത് മകളാണ്. അടിപൊളി കലാകാരി കേട്ടോ അതിരിക്കണത്. എന്താ പറഞ്ഞ? ഇപ്പോൾ നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിൽ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അടിപൊളി പരിപ്പോട മേടിച്ചിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയ കറുമുറു എന്നുള്ള പരിപ്പോട. അപ്പോൾ ഇവിടെ ചെല്ലച്ചേട്ടൻ ഇവിടെ എന്തോ പണിയിലാണ്. എന്താ ചെല്ലച്ചേട്ടൻ ഉണ്ടാക്കണേ? ഉണ്ടംപരി ഉണ്ടാക്കണ തിരക്കിലാണ് ഇപ്പോൾ ചെല്ലച്ചേട്ടൻ. വടയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ വട. നല്ല സൂപ്പർ വടയായിരുന്നു. ഓക്കെ ചെല്ലച്ചേട്ടൻ. ആണ് നമ്മുടെ ചെല്ലച്ചേട്ടൻ്റെ അടുക്കള. നമ്മൾ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുകയാണെന്ന് തോന്നിപ്പോകും. അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓമക്കാണ്ടായിട്ടാ വെറുതെ കാശ് കൊടുത്ത് പഠിച്ചു. ഇഷ്ടമാരുണ്ടല്ലേ. ഇവിടെ ഒരുപാട് പപ്പായ ഫാമിങ് നടത്തിയിട്ടുണ്ട്. ഞാനാണ് ഈ കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണെങ്കിൽ വെറുതെ പറിച്ചു പോയാൽ മതിയായിരുന്നു. സുന്ദര ഗ്രാമമേ, നിന്നെ ഞാൻ എൻ മാറോട് ചേർത്ത് പിടിച്ചു കൊള്ളട്ടെ. ചെല്ലഞ്ചേട്ടൻ്റെ അവിടുന്ന് ചായ കുടിച്ചു, പരിപ്പോട കഴിച്ചു. അവിടുന്ന് തൊട്ടടുത്ത് നമ്മുടെ കളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പണ്ട് കാലത്ത് നെല്ലൊക്കെ വിതച്ച് ഉണക്കി എടുത്ത് വെക്കുന്ന സ്ഥലത്തിനാണ് കളം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. കണ്ടോ, ഒരു പാറയുടെ മുകളിലുള്ള അടിപൊളി സ്ഥലം. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കളം കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പിന്നിൽ നമുക്ക് മല കാണാം, നമ്മുടെ നെല്ലിയാമ്പതി മല. അതിൻ്റെ നേരെ താഴെ നമ്മുടെ കളം. അടിപൊളിയാണ് സ്ഥലം. എവിടെന്നാ? കോട്ടയം. കോട്ടയത്ത് ഇതുവരെ വന്നു മിടുക്കന്മാർ കണ്ടോ. എല്ലാവരും കോട്ടയക്കാരല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ നേരത്തെ പോന്നോ? രാവിലെ നേരത്തെ വന്നോ അവിടുന്ന്? വന്നല്ലേ? കഴിഞ്ഞോ? എല്ലാം കണ്ടു കഴിഞ്ഞോ? ഓക്കെ, ശരി ഏട്ടാ, ബൈ. അപ്പോൾ നമ്മുടെ കളം നിൽക്കുന്നത് അതിമനോഹരമായ സ്ഥലത്ത് കേട്ടോ. തൊട്ട് ബാക്കിലാണ് നമ്മുടെ പലകപ്പാണ്ടി വാട്ടർഫാൾസ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണാം. വന്ന് അതിൻ്റെ അടുത്തെത്തി. ഇതിന് പിന്നിലെല്ലാം നല്ല പാടങ്ങളാണ്, പച്ചപ്പ് തെറിഞ്ഞ പാടങ്ങൾ. അതിന് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ ഇതാ കാണാം. സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് അവിടെ കാണാം ദൂരെ. ആ കാണുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്. എന്തായാലും അതിമനോഹരമായ സ്ഥലം. ഇതിൻ്റെ പിന്നിലായിട്ട് നമ്മുടെ മാവും തോപ്പുകളാണ്. പലകപ്പാണ്ടിയിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. പലകപ്പാണ്ടിയിൽ ഇതാണ് നമ്മുടെ കളം. ഇതിൻ്റെ ഉള്ളിലാണ് പണ്ട് കാലത്ത് നെല്ലും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതിൻ്റെ പ്രധാന വാതിൽ മുന്നിലാണ്. വാതിൽ കണ്ടാൽ നമുക്കതിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ പറ്റും. ഇത് പൂട്ടി കിടക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്ങനെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം അവിടേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രകൃതി ക്ഷേത്രമായ ചിങ്ങഞ്ചിറ അടിപൊളി പ്ലേസ്. വന്നാൽ നമുക്കൊന്നും പോകാൻ തോന്നില്ല. പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി നിൽക്കുന്ന അടിപൊളി സ്ഥലം. കാണില്ലേ നമുക്ക് ചിങ്ങഞ്ചിറയൊന്ന്? ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വെറും ആലുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി. ആലിനാൽ മൂടപ്പെട്ട സ്ഥലം എന്ന് പറയാം. ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് ആ ബോർഡൊന്ന് നോക്കാം. ഇതാണ് ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. എവിടെ നോക്കിയാലും ആലാണ് കേട്ടോ. നമുക്ക് ഈ ചിറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന
വെള്ളത്തോട് കെട്ടി നിൽക്കുന്ന കുളന്മാരുള്ളൊരു സ്ഥലം. അതാവാൻ ചിലപ്പോൾ ചിറ എന്ന് വരുന്നത്. പണ്ട് കുളത്തിനൊക്കെ ചിറ എന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്ക് അവിടെ മുന്നോട്ട് പോയി നോക്കാം. അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമുക്ക് വന്ന അവിടെ നിന്ന് പോകാൻ പറ്റില്ല കേട്ടോ. അത്രയും പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ. ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലം. എല്ലാം ആലിൻ്റെ വേരുകളുണ്ട് ഇറങ്ങി എല്ലാം നിറഞ്ഞിരിക്കുന്നു ഇവിടെ. കളിയാട്ടം, കുഞ്ഞിരാമായണം മുതൽ ഒട്ടേറെ സിനിമകൾക്ക് ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഇത്. എല്ലാം ആലാണ് ഇവിടെ. ഇവിടെ ഒരുപാട് വഴിപാട് കണ്ടോ. ഇവിടെ നോക്കാം. ഇവിടുത്തെ വഴിപാടുകളാണ്. വീടിൻ്റെ വഴിപാട്, തൊട്ടിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ഇവിടെ വഴിപാട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കത് കാര്യപ്രാപ്തി നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാം ഇവിടെ വഴിപാടായിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാടുണ്ടോ മരത്തിലെല്ലാം കെട്ടിത്തൂക്കി വെച്ചിരിക്കും. ഇതാണ് അമ്പലം. കറുപ്പസ്വാമിയുടെ വിഗ്രഹം എന്താണെന്ന് ഇവിടെ ക്ലിയറായി കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഗ്രഹം അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ മരത്തിൻ്റെ ഉള്ളിലാണ്. ആ വേരുകളെല്ലാം ഇറങ്ങി ആ മരത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ആ വിഗ്രഹം അവിടെ ഉള്ളത്. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ശരിക്കും ആ വിളക്കിൻ്റെ കരിയെല്ലാം പിടിച്ചിട്ട് വളരെയധികം ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ തന്നെ. ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ച മാതിരി തന്നെ ഒരുപാട് വഴിപാടിൻ്റെ സാധനങ്ങളവിടെ മരത്തിലൂടെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. സ്വന്തമായിട്ട് പൂജ ചെയ്തിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് കോഴിയെയോ ആടിനെയോ ഇവിടെ കുരുതി കൊടുക്കും. അതിനുശേഷം അവിടെ തന്നെ തൊട്ടടുത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ചിട്ട് അത് മൂർത്തിക്ക് നേദിച്ചിട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങുന്നതാണ് ഇവിടുത്തെ രീതി. പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയായി നിലകൊള്ളുന്ന ആത്മീയ ഭൂമിയാണ് ഈ ചിങ്ങഞ്ചിറ. ഇവിടെ ജാതിഭേദമന്യേ എല്ലാവരും ഇവിടെ എത്തിപ്പെടാറുണ്ട്. കറുപ്പസ്വാമി ടെമ്പിൾ എന്നാണല്ലോ ഇത് അറിയപ്പെടുന്നത്. ഇതിന് തമിഴ്നാടുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ കറുപ്പസ്വാമി എന്ന് പറയുമ്പോൾ കറുത്ത ദൈവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ശ്രീലങ്കയുമായിട്ടും ഇതിന് ലേശം ബന്ധമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഹിന്ദു ദൈവം കൂടിയാണ് ഈ കറുപ്പസ്വാമി ദൈവം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചിങ്ങഞ്ചിറ അമ്പലം? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? പ്രകൃതിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഈ അമ്പലം വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ എന്തായാലും വരിക, ഒന്ന് ഇവിടെയൊക്കെ കാണുക. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയൊക്കെ, സൂപ്പറല്ലേ? കണ്ടോ? അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണുക. ഇതൊക്കെ വളരെ ഭംഗിയുള്ള അമ്പലമാണ്. മൈ ബറ്റാലിയൻ 69 ഈ ഫാമിലിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ യാത്രയിൽ നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ മറക്കാതെ കമൻറ്റുകൾ രേഖപ്പെടുത്തണേ.